വിശുദ്ധ ഔപ്രാസ്യമ ആ വിശുദ്ധിയുടെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങളും നന്മകളും കിട്ടിക്കഴിയുമ്പോൾ അമ്മ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, മരിച്ചാലും ഞാൻ മറക്കുകയില്ല കേട്ടോ, മരിച്ചാലും ഞാൻ മറക്കുകയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു നിമിഷം മതി നമ്മളൊക്കെ മറന്നു പോകാത്ത വ്യക്തികളായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും വേദനിക്കേണ്ടി വരുമായിരുന്നു, ആരെങ്കിലും നൊമ്പരപ്പെടേണ്ടി വരുമായിരുന്നു, ആരെങ്കിലും കൈനീട്ടേണ്ടി വരുമായിരുന്നു? ഒരിക്കലുമില്ല. നമുക്കൊക്കെ കിട്ടിയ നന്മകൾ ഓർത്ത് നമ്മളിങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു ചെയിൻ സംസ്കാരം ഇങ്ങനെ രൂപപ്പെട്ടനെ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ മറവി നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംസ്കാരം രൂപപ്പെടാതെ പോകുന്നത്. എന്തോരം നന്മ ദൈവം തരുന്നത്. യുവപ്രാസ്യമി പറഞ്ഞ വാചകം നമ്മുടെ ഉള്ളിലും തലച്ചോറിലും ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ നന്മ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മരിച്ചാലും മറക്കില്ല കേട്ടോ, മറക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ സ്വാർത്ഥരാണ്. ആ കുറച്ച് സമയം മതി എൻ്റെ കാര്യം നടക്കുക, എൻ്റെ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ പോലും മറന്നു പോകും. പിന്നെ നമ്മൾ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്തോ ഒരു യന്ത്രം പോലെയാണ്. നമ്മുടെ വാക്ക് കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ ഈ വ്യക്തിക്ക് തന്നെയാണോ ഞാൻ ചെയ്തു കൊടുത്തത്, എന്തിനാണ് ഞാൻ ചെയ്തു കൊടുത്തതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പ്രകൃതം വരാറുണ്ട്. നമ്മൾ എന്താ അങ്ങനെയാകുന്നത്? യുവപ്രാസ്യമയുടെ ആ ജീവിതത്തിലെ പുണ്യം ഒന്ന് നമുക്ക് പകർത്തിയെടുക്കാൻ നമുക്ക് പറ്റുമെന്ന് നോക്കുക. മരിച്ചാലും മറക്കാതെ ജീവിതത്തിൽ കിട്ടുന്ന നന്മകൾ മറക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയതുപോലെ മറ്റുള്ളവർക്ക് കിട്ടണ്ടേ? അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലും ഇതൊരു ചെയിനായിട്ട് ഇങ്ങനെയോ ഞാനാണോ ഈ ചെയിൻ പൊട്ടിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ ചെയിൻ പൊട്ടിക്കുന്നുണ്ടോ? എനിക്ക് കിട്ടിയ നന്മകൾ മറന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചെയിൻ പൊട്ടിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോകും. നമ്മളിൽ ഓരോരുത്തരിലും ഒരു കാട്ടാളനും അതുപോലെ തന്നെ ദുഷ്ട വ്യക്തിയും ഉള്ളത് കൊണ്ടാണ് ഈ ചെയിൻ സംസ്കാരം പൊട്ടിപ്പോകുന്നത്. ഈ കുറേ വ്യക്തികൾ കണ്ണുനീര് കുടിച്ച് പട്ടിണി കിടന്ന് രോഗാവസ്ഥയിൽ ആരും സഹായിക്കാതെ ഈ ഭൂമിയിലുള്ളത്. ആരോ ഒരാൾ ആ ചെയിൻ പൊട്ടിക്കുന്നുണ്ട്. ഞാനാണോ ആ ചെയിൻ പൊട്ടിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യും.